നിയമസഭയിൽ തെറ്റായ വിവരം നൽകിയ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാന പോലീസ് സേനയിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി സംബന്ധിച്ച് നിയമസഭയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് അതിക്രമം സംബന്ധിച്ച് റോജി എം ജോൺ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ചയിലെ മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചതായി ചെന്നിത്തല ആരോപിച്ചത്. 2016 മുതൽ ഇതുവരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 144 പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടുവെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. എന്നാൽ പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരോ പദവിയോ മറ്റു വിശദാംശങ്ങളോ അടങ്ങുന്ന ഒരു ലിസ്റ്റ് സഭയുടെ മുമ്പാകെ വെക്കാതെയാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തിയതെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പരാതി. നിയമസഭാ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടം 154 പ്രകാരമാണ് രമേശ് ചെന്നിത്തല നോട്ടീസ് നൽകിയത്. തികച്ചും അവാസ്തവമായ കണക്കാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. ആഭ്യന്തര വകുപ്പിൽ പോലും ഈ കണക്കിന് ഉപോത്പലകമായ രേഖകളോ വസ്തുതകളോ ഇല്ലെന്ന് മുഖ്യമന്ത്രി നൽകിയ മറുപടികളിൽ വ്യക്തമാണ്. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതുപോലെ പോലീസ് സേനയ്ക്ക് കളങ്കവും മാനക്കേടും വരുത്തിവെച്ചവരും ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുമായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുമില്ല. സഭയിൽ പരാമർശിക്കപ്പെട്ട കാലയളവിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടവരിൽ ഭൂരിഭാഗം പേരും ദീർഘകാലം ഡ്യൂട്ടിയിൽ നിന്ന് അനധികൃതമായി വിട്ടുനിന്നവരോ ദീർഘകാല അവധിയിൽ പ്രവേശിച്ചവരോ ആണ്. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും അച്ചടക്ക നടപടിയുടെ ഭാഗമായി സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ശുപാർശ ചെയ്യപ്പെട്ടവരുമായ പല ഉദ്യോഗസ്ഥരും ഇന്നും പോലീസിന്റെ സുപ്രധാന തസ്തികയിൽ പ്രവർത്തിക്കുന്നതായി ചെന്നിത്തല നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തുമായി 144 പേരെ പിരിച്ചുവിട്ടുവെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്തതും സഭയെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനം കൊണ്ടുവരാൻ തനിക്ക് അനുമതി നൽകണമെന്ന് രമേശ് ചെന്നിത്തല കത്തിലൂടെ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. 2025 ജനുവരി 23 നക്ഷത്ര ചിഹ്നമിടാത്ത 83-ാം നമ്പർ ചോദ്യത്തിനുള്ള മറുപടിയായി ഗുണ്ടകളുമായി ബന്ധമുണ്ടെന്ന കാരണത്താൽ നടപടി നേരിടുന്ന 18 പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ സേനയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഗുണ്ട പോലീസ് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്ന 14 ഉദ്യോഗസ്ഥരെ സർവീസിൽ തിരിച്ചെടുത്തിരുന്നതായും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചിരുന്നു. മുൻ സർക്കാരിന്റെ കാലം മുതൽ നാളിതുവരെയായി പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചും അവർക്കെതിരെ വകുപ്പ് തലത്തിൽ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചുമുള്ള മാർച്ച് 3 നക്ഷത്ര ചിഹ്നമിടാത്ത 206-ാം നമ്പർ ചോദ്യത്തിനുള്ള മറുപടിയായി ഇതു സംബന്ധിച്ച ക്രോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ കണക്കുകൾ അവാസ്തവമാണ് എന്നതാണെന്നാണ് രമേശ് ചെന്നിത്തല നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്.